നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന്റെ വിജയ സാധ്യതകളെ കുറിച്ചുള്ള പ്രവചനവും വാതുവെപ്പും അങ്ങ് അമേരിക്കയിലും അരങ്ങേറുകയാണ്. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ അധിഷ്ഠിതമായ പോളി മാർക്കറ്റ് എന്ന പ്രവചന പ്ലാറ്റ്ഫോം കണക്കാക്കുന്നതനുസരിച്ച് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 70% വിജയസാധ്യതയാണ് ഉള്ളത്. മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഭരണം പിടിക്കാനുള്ള സാധ്യത 28% മാത്രം. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എങ്ങനെ അമേരിക്കൻ കമ്പനിയായ പോളി മാർക്കറ്റിന് അറിയുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇത് ഒരു തരത്തിലുള്ള വാതുവെപ്പ് ഇടമാണ്. അപ്പോൾ തന്നെ ഇതിന്റെ പ്രവർത്തനം ഓഹരി വിപണിയുടേതുപോലെ തന്നെയാണ്. നമ്മുടെ ഇവിടെ വാർത്താ മാധ്യമങ്ങൾ പ്രീ പോൾ സർവേ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും വിജയ സാധ്യത ആർക്കാണ് ഉള്ളതെന്ന് പറയുകയോ ടിക്ക് ചെയ്യുകയോ ആണ് ഇതിൽ ചെയ്യുന്നത്. അതുപോലെ ഈ പോളി മാർക്കറ്റിൽ ഒരു മുന്നണി വിജയം നേടുമോ ഇല്ലയോ എന്ന ചോദ്യം ഉണ്ട്. അതിനായി ഏഴ്സ് അല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഈ ഓഹരി വാങ്ങാം. ഒരു ഓഹരിക്ക് 70 സെന്റാണ് വില. നിങ്ങളുടെ പ്രവചനം ശരിയാണെങ്കിൽ ഫലം വരുന്ന സമയത്ത് $1 നിങ്ങൾക്ക് തിരികെ കിട്ടും. LDF മുന്നണി ഭരണം നേടുമോ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ യേസ് എന്നും നോ എന്നും തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷനുകളുണ്ട്. ഓഹരി വാങ്ങുന്നയാളുടെ പ്രതീക്ഷ അനുസരിച്ച് ഒന്ന് തിരഞ്ഞെടുക്കാം. അതിന് 70 സെന്റ് മുടക്കി കഴിഞ്ഞാൽ ഫലം വരുമ്പോൾ നിങ്ങളുടെ പ്രവചനം ശരിയാണെങ്കിൽ $1 നിങ്ങൾക്ക് ലഭിക്കും. തെറ്റിപ്പോയെങ്കിൽ ആ പണം മുഴുവനും നഷ്ടമാകും. പോളി മാർക്കറ്റിൽ ഇങ്ങനെ പ്രവചനം നടത്തുന്നവരെ വ്യാപാരികൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം അന്തിമ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും അവർ തിരഞ്ഞെടുത്ത് വാങ്ങിയ ഓഹരി വിൽക്കുവാൻ കഴിയും. അതുപോലെ മറ്റുള്ള ഓഹരികൾ വാങ്ങുവാനും കഴിയും. പോളി മാർക്കറ്റിൽ കേരള നിയമസഭാ ഇലക്ഷന്റെ പ്രവചനങ്ങൾ നടത്തി ഓഹരികൾ വാങ്ങിയവരിൽ ബഹുഭൂരിപക്ഷവും മലയാളികൾ തന്നെയാണ്. കഴിഞ്ഞ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോളി മാർക്കറ്റ് US-ൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ പ്രവചനങ്ങൾക്ക് പുറമെ വിചിത്രമായ പല കാര്യങ്ങളും പ്രവചന വിഷയമായി ഇവിടെ എത്താറുമുണ്ട്. രാഷ്ട്രത്തലവന്മാർ കണ്ടുമുട്ടുന്ന സമയത്ത് അവരുടെ ഹസ്തദാനം എത്ര സമയം നീളുമെന്നും അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം ഏതായിരിക്കുമെന്നും തുടങ്ങിയ അസംബന്ധ ചോദ്യങ്ങളുമാണ് പ്രവചനങ്ങളായി നടക്കാറുള്ളത്. ചൂതാട്ട സ്വഭാവമുള്ള ഈ ഒരു വിപണിയിൽ പ്രവചിക്കുവാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ പങ്കെടുക്കുന്നത്. ഭാവിയിൽ സത്യമാകാൻ മോഹിക്കുന്ന ഫലത്തിന്റെ ഓഹരികൾ ആളുകൾ പണം മുടക്കി വാങ്ങുന്നു. രാഷ്ട്രീയം, സ്പോർട്സ് എന്നിങ്ങനെ പല വിഷയങ്ങളിലും ക്രിപ്റ്റോ വെച്ച് വാതുവെപ്പ് നടക്കുന്നുണ്ട്. പരമ്പരാഗതമായ അഭിപ്രായ സർവേകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവചന വിപണികളിൽ പണം നിക്ഷേപിച്ച് നടത്തുന്ന വിലയിരുത്തലുകൾ ആയതിനാൽ ചിലപ്പോൾ വോട്ടർമാരുടെ യഥാർത്ഥ പ്രതീക്ഷകൾ കൂടുതൽ തുറന്നു കാട്ടുവാൻ കഴിയുമെന്നാണ് ഈ പ്ലാറ്റ്ഫോമുകളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. എന്നാൽ ഇന്ത്യ പോലുള്ള സങ്കീർണമായ ബഹുസ്വര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സർവേകളും പ്രവചനങ്ങളും പലപ്പോഴും പരാജയപ്പെടാറുമുണ്ട്. പണമിറക്കി സർവേയിൽ പങ്കാളിയാകേണ്ടത് കൊണ്ട് തന്നെ സത്യസന്ധമായ വിലയിരുത്തലുകൾ തന്നെ ആണ് ഇതിലുണ്ടാകുന്നതെന്നാണ് വാദം. കാരണം ഓഹരി വിപണിയിൽ വ്യാപാരം നടത്തുന്നവർക്ക് അവരുടെ അഭിപ്രായം പങ്കുവെക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി അതിലൂടെ ലാഭം നേടുകയാണ് ലക്ഷ്യം. 2025 ഡിസംബർ 23-നാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രവചന വിപണിയിൽ വ്യാപാരം ആരംഭിച്ചത്. ഇതുവരെ ഏകദേശം $4,770, ഏകദേശം 4,30,000 രൂപ മൂല്യമുള്ള ഇടപാടുകളാണ് ഇത് പ്രകാരം നടന്നത്. വലിയ രാഷ്ട്രീയ പ്രവചന വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ചെറിയ തുകയാണെങ്കിലും വിപണി പങ്കാളികളുടെ രാഷ്ട്രീയ പ്രതീക്ഷകളെ കുറിച്ചുള്ള പ്രാഥമിക സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു. നിലവിലെ കണക്കുകൾ അനുസരിച്ച് UDF-ന് അനുകൂലമായ ഒരു ആദ്യ സൂചന നൽകുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്നതിനനുസരിച്ച് രാഷ്ട്രീയ സമവാക്യങ്ങൾ വേഗത്തിൽ മാറുവാൻ സാധ്യതയുണ്ട്. പോളി മാർക്കറ്റിലും അതിനനുസരിച്ച് ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. കേരള തെരഞ്ഞെടുപ്പ് വിപണി പോളി മാർക്കറ്റിൽ വോളിയം കുറഞ്ഞ ഒന്നായതിനാൽ ചെറിയ ഇടപാടുകൾ പോലും സാധ്യതാ ശതമാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഏതായാലും കേരളത്തിൽ ആർ വിജയിക്കണമെന്ന് നിശ്ചയിക്കുന്നത് പോളി മാർക്കറ്റ് അല്ല, അത് ജനങ്ങൾ തന്നെയാണ്.